Meet the Editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ വിമർശനം കടുപ്പിച്ച് LDF. അശ്ലീലം പറഞ്ഞ ജയിക്കാമെന്ന വ്യാമോഹമാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വ്യാജ പ്രചാരണത്തിന് പിന്നിൽ UDF സ്ഥാനാർത്ഥി തന്നെയാണെന്ന് കെ ശൈലജ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. സൈബർ ആക്രമണങ്ങൾ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെന്നായിരുന്നു കെ രമയുടെയും ഉമാ തോമസിന്റെയും ഇന്നത്തെ പ്രതികരണം. കെ രമയെ ആസ്ഥാന വിധവയെന്ന് വിളിച്ചവർക്കെതിരായ നടപടി എന്തായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ചോദിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥിയുടെ പേജിലും സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള സൈബർ സംഘങ്ങളുമാണ് ഈ ആക്രമണം നടത്തുന്നത് എന്നാണ് ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്ര മോശമാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം സ്ഥാനാർത്ഥികളൊക്കെ ആകുമ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു പക്വതയൊക്കെ കാണിക്കും. തോൽവി ഭയന്നുള്ള പരാക്രമങ്ങൾ നടത്തുകയാണ്. ഏതറ്റം വരെയും പോകാം എന്നാണോ? എനിക്കതിലൊന്നും വിഷയമില്ല. അതെല്ലാം അവർക്ക് തന്നെ എതിരായിട്ട് വരുകയുള്ളൂ. LDF സ്ഥാനാർത്ഥിക്ക് നേരെ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം ആരോപണം ഉണ്ടായി എന്ന് പറയുന്നിടത്തേക്ക് അത് എത്തിച്ചത് അതിനുത്തരവാദി ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. അതിനുത്തരവാദി ഇവിടുത്തെ സൈബർ വിങ്ങുകളാണ്, സൈബർ സെല്ലുകളാണ്. എന്തുകൊണ്ട് ഇതുവരെ ഒരു നടപടിയെടുക്കാൻ സാധിക്കാതെ പോയി എന്നതിനാണ് ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് എന്നുള്ളത്. കെ രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ ഈ ശൈലജയൊന്നും ഉണ്ടായിരുന്നില്ല. ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ അവർ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട്. 1032 കോടി രൂപയുടെ അഴിമതിയുണ്ട്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ്. രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. സൈബർ ആക്രമണത്തെ അപലപിക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ചർച്ചയിൽ ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയിലൂടെ ഡോക്ടർ അരുൺ കോട്ടയത്ത് നിന്നാണ് നമ്മോടൊപ്പം ഉള്ളത്. അത് ഞാൻ ഡോക്ടർ അരുണിലേക്കാണ് പോകുന്നത്. അരുൺ, ഇപ്പോൾ 2 പരിപാടികൾ നടത്തി. ഇപ്പോൾ കുരുക്ഷേത്രവും മറ്റൊന്ന് കെ ശൈലജയുടെ അഭിമുഖം. ഈ 2 പരിപാടികളിലും 2 ഭാഗത്തു നിന്നുള്ള മോശം പരാമർശങ്ങൾ 2 ഘട്ടത്തിലും പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് ഡോക്ടർ അരുണ്. അതിൽ പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. ഈ സൈബർ ആക്രമണം ഏത് രൂപത്തിലൊക്കെ ഏത് ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്മൃതി, ഏപ്രിൽ 8-ാം തീയതി നമ്മൾ അശ്വമേധം എടുക്കാൻ കെ ശൈലജ ടീച്ചറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അന്നാണ് കെ ശൈലജ ടീച്ചർ ഇങ്ങനെ തനിക്കെതിരെ വ്യാപകമായ രീതിയിൽ അശ്ലീല വീഡിയോ നിർമ്മിച്ചുകൊണ്ടും ചില ചിത്രങ്ങളുടെ താഴെ വന്ന് കമൻറ്റുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടും അശ്ലീല കമൻറ്റുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടും സൈബർ ലിഞ്ചിങ് നടക്കുന്നു എന്ന് നമ്മളോട് പറയുന്നത്. ഞാൻ ഇത് തൊട്ടടുത്ത നിമിഷം തന്നെ ആ അശ്വമേധം പരിപാടിയിൽ തന്നെ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലൂടെ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എനിക്ക് 3 കാര്യങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, എന്താണ് യഥാർത്ഥത്തിൽ വടകരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വടകരയിൽ ഇപ്പോൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന രീതിയിൽ, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ വലിയ രീതിയിലുള്ളൊരു സൈബർ ലിഞ്ചിങ് അവിടെ നടക്കുന്നുണ്ടോ? അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അറിവോടുകൂടിയോ ആസൂത്രിതമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ അങ്ങനെ കരുതുന്നില്ല എന്നതാണ് എനിക്കതിനുള്ള ഉത്തരം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, മാർക്സിൻ്റെ ഭാഷയിൽ ലുംപൻ പ്രോലിറ്റേറിയറ്റ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ രാഷ്ട്രീയ ബോധ്യമൊന്നുമില്ലാത്ത, സമൂഹത്തിൽ അത്ര വലിയ രാഷ്ട്രീയ ധാർമ്മികതയോ സാമൂഹിക ധാർമ്മികതയോ ഒന്നുമില്ലാത്ത ഇപ്പോൾ ഈ പോക്കറ്റടിക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനെ സമൂഹത്തിൽ പെറുക്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവർ അരാഷ്ട്രീയ ധർമ്മം നിർവഹിക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് റോളുകളൊന്നും ആ ഘട്ടത്തിലില്ല എന്നാണ് മാർക്സ് വീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലുംപൻ പ്രോലിറ്റേറിയറ്റ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പെറുക്കികൾ എന്ന് നമ്മൾ തർജ്ജമ ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ പുരുഷാധിപത്യത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ ബോധമോ രാഷ്ട്രീയമായിട്ടുള്ള ശരിയോ തെറ്റോ ഒന്നുമില്ല. ഇവരെല്ലാം മുന്നണികളിലും ഏറിയ പങ്കുമുണ്ടാവും, കുറഞ്ഞും കൂടിയും അളവിലുമൊക്കെ ഉണ്ടാവും. അവരൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്യും. ആ മുദ്രാവാക്യങ്ങൾ പിന്നീട് തിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവരെയൊന്നും കാലം വലിയ ഗൗരവത്തോടെ എടുത്തിട്ടുമില്ല. എന്നാൽ ഇനി വടകരയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? വടകരയിൽ കെ ശൈലജ ടീച്ചറിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ നമുക്ക് 2 രീതിയിലാണ് കാണേണ്ടത്. ഒന്ന്, വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ
ടീച്ചറിനെതിരെ മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ വേണ്ടി ചില കൂട്ടർ നടത്തുന്ന ഒരു ശ്രമമുണ്ട്. അതാണ് നമ്മുടെ അശ്വമേധം പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്ന ആദ്യത്തെ വിവാദം. അതിലാണ് കെ ശൈലജ ടീച്ചർ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിനെ വളച്ചൊടിച്ച് വക്രീകരിച്ച് ടീച്ചർ ചോദ്യമായി ചോദിച്ച ഒരു വാചകത്തെ അതിൽ നടത്തിയെടുത്ത് മുസ്ലിങ്ങളാകെ വർഗീയവാദികളാണ് എന്ന് ടീച്ചർ പ്രചരിപ്പിച്ചു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അത് ഏപ്രിൽ 8-ാം തീയതി നമ്മളോട് സംസാരിച്ചതാണ്. ടീച്ചർ അന്ന് ഇങ്ങനെയാണ് പറയുന്നത്: മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആർക്കെങ്കിലും എതിരൊന്നുമല്ല, എല്ലാറ്റിലും കുറച്ചൊക്കെ വർഗീയവാദികളൊക്കെ ഉണ്ട്. എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ? ഈ ചോദ്യം അവിടെ നിന്ന് കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുക്കുകയും മുസ്ലിങ്ങളാകെ വർഗീയവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന രീതിയിലുള്ള വലിയ പ്രചരണം സൈബറിടങ്ങളിൽ നടന്നു. ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവാത്തതാണ്. ഇത് പലയിടങ്ങളിലും UDF അനുഭാവികളുടെ സൈബർ സ്പേസുകളിൽ നമ്മളത് കണ്ടു. അതിനെതിരെയാണ് ഇന്ന് പ്രധാനപ്പെട്ട 2 FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് വാസ്തവമാണ്. ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ടീച്ചർ പറഞ്ഞതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. അത് UDF നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. UDF അനുഭാവികളാവാം അത് ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ അത് വാസ്തവമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അശ്ലീല കമന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല ഒരു പോൺ വീഡിയോ ഉണ്ടോ എന്നതാണ്. ഇതിൽ ടീച്ചറുടെ ചിത്രം മോർഫ് ചെയ്തുകൊണ്ടുള്ള ഒരു പോൺ വീഡിയോയെ കുറിച്ച് ടീച്ചർ എന്നോട് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പോൺ വീഡിയോ ഇതുവരെയും ഞാനത് കണ്ടിട്ടില്ല. നമ്മളുടെ വടകരയിലെ റിപ്പോർട്ടർ സാനിയുമായും ഞാൻ സംസാരിച്ചു. സാനിയോയും അങ്ങനെ ഒരു പോൺ വീഡിയോ നിർമ്മിച്ചതായിട്ട് കണ്ടിട്ടുമില്ല. പക്ഷേ ചില ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ഏതെങ്കിലും അശ്ലീല ചുവയുള്ള ദൃശ്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ അത് ഗോഡ് ഫാദർ എന്ന സിനിമയിലെ ജഗദീഷിന്റെയും മുകേഷിന്റെയും ചിത്രങ്ങളുടെ തലകൾക്ക് പകരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ശൈലജ ടീച്ചറിന്റെയും തലകൾ വെട്ടിമാറ്റിക്കൊണ്ടുള്ള ജയരാജന്റെ ഒരു കമന്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അശ്ലീല ഉദ്ദേശത്തോടു കൂടി നിർമ്മിച്ചതാണെന്ന് പ്രത്യക്ഷത്തിൽ പറയുക വയ്യ. പക്ഷേ അങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ തെറ്റും പറയാൻ കഴിയില്ല. അതും UDFന്റെ ഏതെങ്കിലും നേതാക്കളല്ല പ്രചരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഒരു ബോധ്യവുമില്ലാത്ത ചില വിഭാഗം ആളുകളാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നാഷണൽ കോർഡിനേറ്റർ ഒരു കമന്റ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നു. ആ കമന്റ് അങ്ങേയറ്റം ജുഗുത്സാപരമായിട്ടുള്ളൊരു കമന്റുമാണ്. അപ്പോൾ ഈ മൊത്തം വിവാദങ്ങളെ നമ്മൾ ഒരുമിച്ചെടുത്ത് നോക്കിയാൽ അത് 2 തട്ടിൽ കാണണം. ഒന്ന്, വ്യാജ വാർത്തകളെ മറയാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണം ടീച്ചർക്കെതിരെ അവിടെ നടത്തി. അത് UDFന്റെ അനുഭാവ കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ വലിയ രീതിയിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നതും നമ്മൾ കണ്ടു. എന്നാൽ അശ്ലീല പോൺ വീഡിയോ നിർമ്മിച്ചു എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് നമ്മുടെ ഉത്തരം. ഇതുവരെയും നമുക്ക് അങ്ങനെ ഒരു ദൃശ്യമൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് കാണുകയും വേണ്ട, കാണാൻ താല്പര്യവുമില്ല. എന്നാൽ ഈ ചില കമന്റുകളുടെ കാര്യത്തിൽ ജുഗുപ്സാവഹമായ കമന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു കോർഡിനേറ്ററുടെ കമന്റും നമ്മൾ കാണാനിടയായി. അത് ഏത് സാഹചര്യത്തിലാണ് അയാൾ പറഞ്ഞത് എന്നത് പാർട്ടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത്. അത് ഏതെങ്കിലും തരത്തിൽ ഈ തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ വാക്ക് ഒരു കഷണമുണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ, ഒരു തുണ്ടുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരിക്കലും ഒരു നാഷണൽ കോർഡിനേറ്റർ എന്ന നിലയിൽ ഒരു ചെറുപ്പക്കാരനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതാണ്. ഇത്രയുമാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതിനെ പരിധിക്കപ്പുറത്തിലേക്കുള്ളൊരു പ്രചരണ വിഷയമാക്കി മാറ്റുന്നതും അതേപോലെ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാവുന്നതും നമ്മുടെ ജനാധിപത്യത്തിനോ സമൂഹത്തിനോ ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, വടകര പോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രാഷ്ട്രീയമാണ് സംസാരിക്കേണ്ടത്. രാഷ്ട്രീയം സംസാരിക്കേണ്ട ഇടത്ത് ഈ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളിലേക്കും അതിൽ തന്നെ വളരെ നികൃഷ്ടമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളിലേക്കും അണികൾ പോകുന്നത് ഒട്ടും ശരിയല്ല. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നണി മാത്രമാണ് എല്ലാ കാലത്തും ചെയ്തെന്ന് പറയുകയും സാധ്യമല്ല. കാരണം നമ്മുടെ മുന്നിലൊക്കെ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ആസ്ഥാന വിധവ തുടങ്ങിയ പദപ്രയോഗങ്ങളൊക്കെയുണ്ട്. എങ്ങനെയാണ് അന്ന് SFIയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന DYFIയിൽ പ്രവർത്തിച്ചിരുന്ന നേതാവിനെ അന്നത്തെ ഒരു നേതാവ് വിശേഷിപ്പിച്ചത് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ ആ കാലഘട്ടങ്ങളിൽ സമൂഹം തള്ളിക്കളഞ്ഞ പദപ്രയോഗങ്ങളാണ്. പക്ഷേ വടകരയിൽ അനാരോഗ്യകരമായ പ്രചരണ യുദ്ധം നടക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അത് യഥാർത്ഥത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി അതിൽ നിന്ന് പിൻവാങ്ങേണ്ടതുണ്ട്. അമിതമായി ഇതിനെ പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് പകരം തികച്ചും വ്യക്തിയധിഷ്ഠിതമായ വിഷയങ്ങളിലേക്ക് ചുരുക്കുന്നതിൽ നിന്ന് LDFും പിന്മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിലിൻ്റെ അനുമതിയോടുകൂടി നടക്കുന്ന പ്രചരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാഫി എന്നോട് തന്നെ അശ്വമേധത്തിൽ ചോദിക്കുന്നുണ്ട്. എനിക്ക് വളരെ കാലമായിട്ട് അറിയാവുന്ന സ്ഥാനാർത്ഥികളാണ് രണ്ടുപേരും. അവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ സ്ഥാനാർത്ഥികളെ തേജോവധം ചെയ്ത് വിജയിച്ചു വന്നവരല്ല. അവർ രാഷ്ട്രീയം പറഞ്ഞു വിജയിച്ചു വന്നവർ തന്നെയാണ്. അതുകൊണ്ട് മണ്ഡലത്തിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ പ്രചരണം എത്രയും പെട്ടെന്ന് രണ്ടുപേരും അവസാനിപ്പിക്കുകയും രാഷ്ട്രീയം പറയുകയും ചെയ്യേണ്ടതാണ്
എന്നതാണ് എനിക്കിതിനകത്തുള്ളൊരു ടേക്കുള്ളത്. എന്നാൽ ഈ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ സമൂഹം ഇനിയും ആരോഗ്യകരമായൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രാപ്തമല്ല എന്ന് തെളിയിക്കുന്നത് കൂടിയാണ്. പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു തിരഞ്ഞെടുപ്പാണത്. ആ ദേശീയ രാഷ്ട്രീയത്തിനു പകരം ചർച്ച ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങളായി പോകുന്നത് നിർഭാഗ്യകരമാണ്. ഇതാണ് ഈ ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ വടകരയിൽ സംഭവിച്ചിരിക്കുന്നതും ഇതുതന്നെയാണ്. വ്യാജ വാർത്തയെ ആധാരമാക്കിയുള്ള പ്രചരണം അവിടെ ഉണ്ടായി. എന്നാൽ അശ്ലീല വീഡിയോ നിർമ്മിച്ചു എന്ന് പറയുന്നത് വാസ്തവമാണ്. അതേസമയം തന്നെ ചില കമന്റുകൾ, ജുഗുപ്സാവഹമായ കമന്റുകൾ ചില ഉത്തരവാദിത്വപ്പെട്ട കോർഡിനേറ്റർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതും നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നതാണ് ഇതിലെ വാസ്തവം. തീർച്ചയായും അത് അപലപിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ശരി, സൈബർ ആക്രമണത്തെ അപലപിക്കേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. സുജയ, സൈബർ ആക്രമണത്തെ അപലപിക്കണം എന്നുള്ളതിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല. സൈബർ ആക്രമണം എന്ന് പറയുമ്പോൾ അത് പല രീതിയിലുണ്ട്. സൈബർ ബുള്ളിയിങ് എന്നുള്ള വാക്കിന് പല അർത്ഥതലങ്ങളുമുണ്ട്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എതിർ സ്ഥാനാർത്ഥിയെ തറപറ്റിക്കുന്നതിന് അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയെ ദുർബലയാക്കുന്നതിന്, അത് മാനസികമായി ദുർബലയാക്കുന്നതടക്കമാകാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി ഈ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാനായുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈബർ ഇടത്തിൽ അങ്ങനെ ഒരു ക്ലിപ്പ് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് പരിശോധിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ പക്ഷേ കെ ശൈലജയെ ഞാൻ അവിശ്വസിക്കുന്നില്ല. കാരണം ഒരു സ്ത്രീ വന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞ് വോട്ട് പിടിക്കേണ്ട ഒരാളല്ല കെ ശൈലജ. കാരണം റിപ്പോർട്ടറിൻ്റെ സർവേയിലടക്കം കെ ശൈലജ എത്രത്തോളം കരുത്തയായ ഒരു വ്യക്തിത്വമാണ്, അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ എത്രത്തോളം കരുത്തയായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് വ്യക്തമായതാണ് നമുക്കടക്കം. ഇതിൽ നോക്കൂ, 67കാരിയാണ് കെ ശൈലജ. ഈ വർഷം അവർക്ക് 68 വയസ്സാകും. കെ ശൈലജയുടെ എതിർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ പ്രായം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കണക്കിലെടുക്കേണ്ടതുണ്ട്. കെ ശൈലജയെ പോലെ ഒരാളെ, അത്രയും മുതിർന്ന ഒരു നേതാവിനെ, ഒരു വനിതയെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനെ അപലപിച്ച് ആദ്യം രംഗത്ത് വരേണ്ടത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. ഷാഫി പറമ്പിൽ ഒരു ക്യാരക്ടറുള്ള ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ആദ്യം തന്നെ ഷാഫി അതിൽ രംഗത്ത് വരികയും അണികളിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നല്ല, ഇപ്പോൾ പ്രൊഫൈൽ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കെ ശൈലജ ആരോപിക്കുന്നത് ഷാഫി പറമ്പിലിൻ്റെ മീഡിയ വിങ് അങ്ങനെ ചെയ്തു എന്നാണ്. അത് തെളിയിക്കപ്പെടണം എത്രയും പെട്ടെന്ന്. പരാതിയിൽ ഇപ്പോൾ അടയിരിക്കുകയാണ്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരാതിയിൽ അടയിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ വ്യാജ പ്രചരണത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളത് 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോയതിനു ശേഷം അറിഞ്ഞാൽ പോരാ കേരളത്തിനും വടകരയ്ക്കും. എൻ്റെ സ്റ്റാൻഡ് അതാണ്. സൈബർ ആക്രമണത്തെ നമ്മൾ വെറുതെ അപലപിച്ച് പറഞ്ഞു പോയിട്ടും കാര്യമില്ല, സോഷ്യൽ മീഡിയയിൽ 2 പോസ്റ്റ് ഇട്ടിട്ടും കാര്യമില്ല. ഇങ്ങനെയൊന്ന് നടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, അങ്ങനെയൊന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ചെയ്തത്, അതിന് അങ്ങനെ ചെയ്യാൻ നിർദ്ദേശം കൊടുത്തത് ആരാണ്, അത് കേരളത്തിന് അറിയണം. അത് കേവലം വടകരയിലെ സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയുള്ള ആവശ്യമാണത്. കാരണം കെ ശൈലജ എന്ന് പറയുന്ന MLA-ക്ക്, CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ മുൻ മന്ത്രിക്ക് ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ എങ്ങനെയാണ് വനിതാ സംവരണമൊക്കെ നടപ്പായി കഴിയുമ്പോൾ കേരളത്തിൽ സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ CPIM ആണ് ഭരിക്കുന്നത്, തുടർ ഭരണമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്ന കെ ശൈലജയ്ക്കാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കെ ശൈലജയുടെ വാക്കുകൾ തന്നെ നോക്കൂ. അവർ പറയുന്നത് തന്നെ തേജോവധം ചെയ്യുകയാണ്. തേജോവധം എന്ന വാക്ക് മലയാളിക്ക് പരിചിതമായ ഒന്നാണ്. അതായത് അവരെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. അവർക്ക് അവരുടെ വ്യക്തിത്വത്തെയാണ് അപമാനിക്കുന്നത്. അവർ ഉണ്ടാക്കിയെടുത്ത അവരുടെ പൊളിറ്റിക്കൽ കരിയറിനെയാണ് ഡാമേജ് ചെയ്യുന്നത്. കാരണം അവർ അവരുടെ പൊളിറ്റിക്കൽ കരിയറിൽ അതിൻ്റെ ഏറ്റവും പ്രൈം പൊസിഷൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ആ വാക്ക് സൂക്ഷിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നടക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുന്നത് ആരൊക്കെയാണ്? ഇങ്ങനെയൊരു വ്യാജ വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, ഇങ്ങനെയൊരു വ്യാജ വീഡിയോ ക്ലിപ്പ് ഇല്ല. ഇത് വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി ഇടതുപക്ഷം തന്നെ മുന്നിൽ കൊണ്ടുവരുന്ന ഒന്നാണ് എന്ന് കോൺഗ്രസ് പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിലും അതും തെളിയിക്കപ്പെടണം. അല്ലാത്ത പക്ഷം അത് ഉണ്ടയില്ലാത്ത വെടി മാത്രമാണ്. എൻ്റെ വടകര KL18 എന്ന ഇൻസ്റ്റാ പേജിൽ മോർഫ് ചെയ്ത അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കെ ശൈലജയുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. രണ്ടാമത്തേത് മങ്ങാട് സ്നേഹതീരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശമിട്ട ന്യൂമാഹി സ്വദേശിയും ലീഗ് പ്രവർത്തകനുമായ അസ്ലമിനെ കുറിച്ചാണ്. അസ്ലമിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു ആക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. ഇനി ഇക്കാര്യത്തിൽ മൂന്നാമത്തേത് പാനൂരിലെ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയുമായി നിൽക്കുന്ന ചിത്രം അത് വ്യാജമായി നിർമ്മിച്ചു എന്നുള്ളതാണ്. അത് പ്രതി അമൽ കൃഷ്ണയ്ക്കൊപ്പമാക്കിയിരിക്കുകയാണ്, മറ്റൊരാൾക്കൊപ്പം എടുത്ത ചിത്രം. ഇത് മൂന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ ക്ലിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അതിൻ്റെ ആധികാരികത, അത് കണ്ടവരാരാണ്, ഷെയർ ചെയ്തവരാരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. അതോടൊപ്പം തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിലെ
ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച് ഇത് ടീച്ചറമ്മയല്ല ബോംബമ്മ എന്ന് വിളിക്കണം ഇവരെ എന്ന കുറിപ്പ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഇത് കെ ശൈലജ പറഞ്ഞത് ഏപ്രിൽ 15-നാണ്. നമ്മുടെ അശ്വമേധത്തിലടക്കം പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കെ ശൈലജ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കെ മുരളീധരൻ മാറി ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി വടകരയിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണമാണ് അവിടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വ്യക്തമായതാണ്. അപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിന് മുന്നിൽ കെ ശൈലജയെ മോശമാക്കുന്നതിനായിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള അവരുടെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പ്രചാരണം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കെ ശൈലജയുടെ പ്രധാനപ്പെട്ട ആരോപണം. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ശൈലജയ്ക്കെതിരെ പോസ്റ്റ് ചെയ്തത് എന്താണ് എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം ഇപ്പോഴും പലയിടങ്ങളിലും കിടക്കുന്നുണ്ട്. ഷോബിൻ തോമസ് ചാവനാലിൽ എന്ന് പറയുന്ന പേജിൽ അയാളുടെ പ്രൊഫൈലിൽ വന്ന കമൻറ്റ്, തയ്യൽ ടീച്ചറുടെ കഷണം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ മടിയില്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ശൈലജയ്ക്കെതിരെ എഴുതിയതാണ്. അപ്പോൾ തയ്യൽ ടീച്ചർ അല്ല അവരെന്നുള്ളതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. അയാൾ പറഞ്ഞതുകൊണ്ട് അവർ തയ്യൽ ടീച്ചറാകാൻ പോകുന്നുമില്ല. മാത്രമല്ല ഏത് തൊഴിലിനുമുള്ള മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെ ഇങ്ങനെയൊക്കെ പറയണം, നാണക്കേടാണ്. ഇതൊക്കെ പറയുന്നത് തിരുത്താതെ അവരെ അന്ന് പറഞ്ഞില്ലേ, അന്ന് നിങ്ങൾ മറുപടി പറഞ്ഞോ, കെ രമയെ പറഞ്ഞില്ലേ, അപ്പോൾ അന്ന് നിങ്ങൾ മറുപടി പറഞ്ഞോ, മറ്റേയാളെ പറഞ്ഞില്ലേ, ബിന്ദു കൃഷ്ണയെ പറഞ്ഞില്ലേ, അങ്ങനെ ഓരോരോ പേരുകളാണ്, മറുപടിയില്ല. ഇന്ന് വി.ഡി. സതീശൻ ഇരുന്നിട്ട് പറയുകയാണ് വൈകാരിക നുണപ്രചരണമാണ്, ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ നുണബോംബാണ്. അങ്ങനെയാണെങ്കിൽ പരാതി കൊടുക്കാമല്ലോ. കെ ശൈലജ കള്ളം പറയുന്നു, ഷാഫി പറമ്പിലിനെതിരെ മോശമായി പറയുന്നു, യൂത്ത് കോൺഗ്രസിനെതിരെ മോശമായി പറയുന്നു, ഞങ്ങളെ തകർക്കാനാണ്. എന്താ പരാതി കൊടുക്കാത്തത്? പരാതിയില്ല. കെ രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ചത് ഇപ്പുറത്ത് കോട്ടിയും, ലതിക സുഭാഷിനെ, കയ്യൂർ സമരനായകൻ കണ്ണന്റെ കൊച്ചുമകൾ രാധയെ, ഉമാ തോമസിനെ, ബിന്ദു കൃഷ്ണയെ, അരിത ബാബുവിനെ, രമ്യ ഹരിദാസിനെ തുടങ്ങി UDF പക്ഷത്ത് സൈബർ ആക്രമണത്തിന് വിധേയയായിട്ടുള്ള എല്ലാവരെയും, മാധ്യമപ്രവർത്തകരുണ്ടെങ്കിൽ അവരെയും ഒക്കെ എടുത്തുകൊണ്ടാണ് ഇന്നത്തെ ചർച്ചകളിൽ മുഴുവൻ ഞാൻ കണ്ടത്. അങ്ങനെയാണ്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ കെ ശൈലജയെ ഈ രീതിയിൽ അപമാനിച്ചിട്ടുണ്ടോ, തേജോവധം ചെയ്തിട്ടുണ്ടോ? പോയിന്റ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. വടകരയിലെ സ്ഥാനാർത്ഥിയായ കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള കെ ശൈലജയെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ അറിയേണ്ടത്. അങ്ങനെ തേജോവധം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ പറയുന്ന വാക്കാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റക്കാരായവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ജയിക്കാനായിട്ട് എന്തും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. അതിന് കേരളം നിന്നുകൊടുക്കേണ്ട കാര്യവുമില്ല. നേതൃത്വം അറിയാതെയാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ദുഷ്പ്രചരണം ഒരു ഭാഗത്ത് കണ്ട ന്യായമാണ്. അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. നേതൃത്വം ഇത് കണ്ടിട്ട് ചെറുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ എന്ന് പറഞ്ഞത് വൈകാരിക നുണപ്രചരണമാണെന്ന്? അങ്ങനെ ഒരു വൈകാരിക നുണപ്രചരണം കെ ശൈലജ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് അവിടെ നടത്തേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇങ്ങനെയുള്ള ഷെയിംഫുൾ ആയിട്ടുള്ള സെക്സിസ്റ്റ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് കെ ശൈലജയെ നേരിടുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ തോറ്റു കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തുമാകട്ടെ, ഷാഫി പറമ്പിൽ അങ്ങ് ജയിച്ചു പോകുന്നെങ്കിൽ പൊക്കോട്ടെ. പക്ഷേ കെ ശൈലജയുടെ മുന്നിൽ തോറ്റു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന് ഒരു നിരാശ ബാധിച്ചു കഴിയുമ്പോൾ ചെയ്യേണ്ട രീതിയിലുള്ള ഒരു പ്രചാരണമാണ് ഇതെന്ന് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമല്ല, നിങ്ങളുടെ മനസ്സിനുള്ളിലെ ദുഷിപ്പ് പുറത്തു വന്നതാണ്. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കണമെന്നേ, അല്ലാതെ ഇങ്ങനത്തെ വഴിയിലൂടെ അല്ല. ഒരു പെണ്ണിനെ തോൽപ്പിക്കാനായി ഉടനെ ഇങ്ങനെ അങ്ങ് കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതും തെളിയിക്കപ്പെടണം. ഞാനത് വീണ്ടും പറയുന്നു. ഇങ്ങനെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിക്കണം. അല്ലാതെ ഇവിടെ CPIM ചെയ്യുന്നത് എന്താണ്? CPIMന്റെ ഭാഗം കൂടി പറയാം. CPIM ചെയ്യുന്നത് ഈ പരാതി അത് കൃത്യമായി പരിശോധിക്കാനുള്ളൊരു സംവിധാനം ഒരു സർക്കാർ തന്നെ ഇടതുപക്ഷത്തിൻ്റെതാണ്. അപ്പോൾ അതിൽ കൃത്യമായി അന്വേഷിച്ച് ഇന്നത്തെ ഇന്റർനെറ്റ് ആക്സസ് ഇത്രയുമുള്ള സംവിധാനങ്ങൾ ഇത്രയും വിപുലമായ ഒരു കാലത്ത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്താനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാരാണെങ്കിൽ തുണ്ടും നോക്കിയിരിക്കുന്നു. ഇവർക്കൊക്കെ ഇത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യമാണോ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതും കെ ശൈലജയൊക്കെ അപമാനിച്ചില്ലാതാക്കാനായിട്ടൊക്കെയാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊക്കെ നാണക്കേടാണ്. പിന്നെ നേതൃത്വം ഇങ്ങനെ വൈകാരിക നുണപ്രചരണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ അണികളെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ആണല്ലോ ഈ അസഭ്യമൊക്കെ പോസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? വ്യാജ ID കാർഡ് ആർക്കൊക്കെ ഉണ്ടാക്കിയ? നടൻ വിജയ്, രാഹുൽ ഗാന്ധി, എല്ലാവർക്കും വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ ആളുകളാണ്. അപ്പോൾ അതൊക്കെ യൂത്ത് കോൺഗ്രസിൽ പെട്ടവരാണെന്ന് കണ്ടെത്തിയതാണ്, അവർക്കെതിരെ കേസെടുത്തതാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള വ്യാജന്മാർ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖമില്ലാത്തവർ ചെയ്യുന്നു എന്നതിലേക്ക് ചുരുക്കിക്കെട്ടാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രണ്ട് കക്ഷികളാണ് ഇടതുപക്ഷവും കോൺഗ്രസും എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കുന്ന ഇവരാണോ ഇന്ത്യയെ നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്? അല്ലെങ്കിൽ രാജ്യത്തെ നിലനിർത്താനായി ഞങ്ങളാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകൾ പരസ്പരമുള്ള ബുള്ളിയിങ് എങ്കിലും ആദ്യം നിർത്തണം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഇങ്ങനെ കഷണം ചോദിച്ച് നടക്കുക, ഇവിടെ പറയുമ്പോൾ നിങ്ങളും പറഞ്ഞില്ലേ എന്ന് പറയുന്നു. ഇങ്ങനെ കെ ശൈലജയ്ക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൈബർ ആക്രമണത്തെ അപലപിക്കുക മാത്രമല്ല അതിനെതിരെ കേസെടുക്കുകയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ, അത് അങ്ങേയറ്റം വരെ വലിയ നേതാക്കൾ വരെ ഉണ്ടെങ്കിൽ, വൈകാരിക നുണപ്രചരണം എന്നൊക്കെ പറയുന്ന ആളുകൾ വരെ അതിൻ്റെ അറ്റത്തുണ്ടെങ്കിൽ ആ അറ്റം വരെ പോകണം കേരള പോലീസ്, ആഭ്യന്തര വകുപ്പ്, പിണറായി വിജയൻ. ശരി, സൈബർ ആക്രമണത്തെ അപലപിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഒരുമിച്ച് അപലപിക്കേണ്ടതാണ്. അതിൽ ഇന്ന് വാർത്താസമ്മേളനം നടത്തിയ UDF നിന്ന് വാർത്താസമ്മേളനം നടത്തിയ വനിതാ നേതാക്കൾ, ഒന്ന് ഉമാ തോമസ്,
മറ്റേത് KK രമ. രണ്ടുപേരും ആദ്യം തന്നെ പ്രതികരിച്ചത് ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ്. ഏറ്റവും മാതൃകാപരമായ ഒരു പ്രതികരണം രണ്ട് വനിതാ നേതാക്കൾ അപ്പുറത്തുനിന്ന് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ പുരുഷ നേതാക്കൾക്ക് പോലും മാതൃകയായിക്കൊണ്ടുള്ള ഒരു പ്രതികരണം അവർ നടത്തി. അതേസമയം നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും KK രമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഈ സൈബർ ബുള്ളിംഗ് തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ KK ശൈലജ പരാതി നൽകിയിരുന്നു. അത് ഏകദേശം 20 ദിവസത്തോട് അടുക്കുകയാണ്. എന്നിട്ടും പോലീസ് എന്തു ചെയ്തു, ആഭ്യന്തര വകുപ്പ് ആരാണ് ഭരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം അവർ മുന്നോട്ട് വയ്ക്കുക. രാഷ്ട്രീയ ചോദ്യമാണ്. ആ ചോദ്യം എന്ന് പറയുമ്പോൾ ഈ KK ശൈലജ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലും പറയുന്നത് പോലീസിന് പരാതി നൽകിയിട്ടും നടപടി എടുത്തിട്ടില്ല എന്ന വാചകം തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ CPM-ലെ ഏറ്റവും സമുന്നതയായ ഒരു വനിതാ നേതാവിന് പോലും ഇത്തരം സൈബർ കൂട്ടങ്ങളിൽ നിന്ന് രക്ഷയില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്നത് അവിടെ നിൽക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിൽ മുഖമില്ലാത്ത ഒരു കൂട്ടം പ്രവർത്തിക്കുന്നുണ്ട്. അവരെ അതാത് കാലത്ത് ഉപയോഗിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്. CPM-നുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്, BJP-ക്കുമുണ്ട്. അതാത് ഘട്ടങ്ങളിൽ അവർ അത് പ്രയോഗിക്കും, അവർ മുന്നോട്ട് വരും. വളരെ മോശം പ്രയോഗങ്ങൾ നടത്താൻ അവരെ ഉപയോഗിക്കും. അതറിഞ്ഞും അറിയാതെയും നടക്കുന്ന കാര്യങ്ങളുമുണ്ട്. ഇതിപ്പോൾ നേതാക്കൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നു എന്ന രൂപത്തിലുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. KK ശൈലജ ഇതിൽ ഷാഫി പറമ്പിൽ എന്ന UDF സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം അവിടെ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി അപ്പുറത്തുനിന്ന് നൽകേണ്ടതാണ്. ഷാഫി പറമ്പിലായാലും KK ശൈലജയായാലും ഏത് രൂപത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നും ഏതൊക്കെ രൂപത്തിലാണ് പ്രതികരിക്കുന്നതെന്നും നമ്മൾ ഈ കേരളം കണ്ടിട്ടുള്ളതാണ്. വളരെ മാന്യമായ സംസ്കാരത്തോടു കൂടി തന്നെയുള്ള പ്രതികരണങ്ങളാണ്. ഏറ്റവും ഷാർപ്പായ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തുമ്പോഴും ഇരു കൂട്ടരും നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊരു ആഹ്വാനം ഷാഫി പറമ്പിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ അത് തെളിയിക്കേണ്ടതാണ്. ഷാഫി പറമ്പിൽ ഇതിനെ അപലപിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാഫി പറമ്പിൻ്റെതായി വന്നിട്ടിരിക്കുന്ന വാചകം ഞാൻ കണ്ടിട്ടുള്ളത്, ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഒരു അവസ്ഥ എനിക്കില്ല, ഞാൻ ഇങ്ങനെയല്ല എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കും. അതേസമയം ഈ നേരത്തെ പറഞ്ഞ നേതാവ്, അവിടുത്തെ ജില്ലാ നേതാവാണ്, ഈ പറഞ്ഞ തയ്യൽ ടീച്ചറുടെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചൊരു തുണ്ട് എന്നാണല്ലോ അതിനെ പറയുക. അപ്പോൾ എന്തോ ഒരു ദൃശ്യം അവിടെയുണ്ടെന്നും അത് ആരെങ്കിലും കണ്ടോ എന്ന പരിഹാസമാണ്. അത് ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നില്ല എന്ന് സമർത്ഥിക്കാനായിരിക്കും. പക്ഷേ ഉത്തരവാദപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പറയേണ്ട ഭാഷയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ആ രാഷ്ട്രീയ നേതാവിനെതിരെ ഷോബിൻ തോമസിനെതിരെ എന്ത് നടപടിയെടുക്കുന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് അപ്പുറത്ത് KK രമയ്ക്കെതിരായ ആരോപണം. KK രമയ്ക്കെതിരെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആക്രമണത്തെക്കുറിച്ചല്ല, ഡോക്ടർ അരുണിൻ്റെ ചർച്ചയിൽ തന്നെ ഒരാൾ ആഭാസകരമായ പ്രതികരണം നടത്താൻ പോയപ്പോൾ അരുൺ തടഞ്ഞില്ലേ, നമ്മൾ കണ്ടതല്ലേ. ആ ആൾ ആരാണ്? അവിടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ നിൽക്കുന്ന ആളാണ്. വടകര മുനിസിപ്പാലിറ്റി പുറങ്കരയിലെ CPM നേതാവാണ് റിനീഷ് ബാബു. അപ്പോൾ റിനീഷ് ബാബുവിനെ തടയാൻ ആളുണ്ടായോ? ഈ P ജയരാജനാണല്ലോ ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണം എടുത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. P ജയരാജൻ എങ്ങനെയാണ് ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രകടനത്തെ വിശേഷിപ്പിച്ചത്? വെണ്ണപ്പാളിയുമായി മുന്നോട്ട് പോകുന്നു. വെണ്ണപ്പാളി എന്ന് എന്താണ് ഉദ്ദേശിച്ചത്? അദ്ദേഹത്തെ തിരുത്താൻ ഇവിടുത്തെ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടുണ്ടോ? നേരത്തെ MM മണിയെപ്പോലുള്ള നേതാക്കൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അവരെ തിരുത്തുന്നുണ്ടോ? അവരെ തിരുത്താതിരിക്കുന്ന കാലത്തോളം അവർക്ക് കീഴെ പ്രവർത്തിക്കുന്ന അണികൾ ഏത് രീതിയിൽ വേണമെങ്കിൽ പ്രവർത്തിക്കാം, പ്രതികരിക്കാം. ഇതിനെതിരെ നടപടിയെടുക്കേണ്ടത് ആരാണ്? ആ രൂപത്തിൽ ഞങ്ങളുടെ നേതാവ് ചെയ്തത് ശരിയായില്ല, ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പാർട്ടി അതിനൊപ്പമല്ല എന്നൊരു പ്രതികരണം ഇരുഭാഗത്തു നിന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കേരളത്തിലൊരു പ്രവണതയാണ്. അതായത് രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, സ്ത്രീകളാണെങ്കിൽ അവരെ വേറെ രൂപത്തിൽ ആക്രമിക്കുക എന്നുള്ളൊരു പ്രവണത പൊതുപ്രവണതയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇതിൽ അപലപിക്കുന്നതിലും രാഷ്ട്രീയമുണ്ട് എന്നുള്ളതിടത്താണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഇതിനെ വളരെ സെലക്റ്റീവായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആളാണെങ്കിൽ മാത്രം പ്രതികരിക്കാമെന്നുള്ളൊരു രീതി, അത് ഏറ്റവും മോശമായ രീതിയാണ്. ഇത് സ്ത്രീകൾക്കെതിരെ പൊതുവായി നടക്കുന്ന ഒരു സംഭവമാണെന്ന രീതിയിൽ അതിനെ കാണാൻ ഇവിടുത്തെ രാഷ്ട്രീയ കേരളം തയ്യാറാകുന്നില്ല എന്നിടത്താണ് ഏറ്റവും ഗതികെട്ട അവസ്ഥയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപലപിക്കേണ്ടതാണ്, ഒരുമിച്ച് അപലപിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉണ്ണിബാലകൃഷ്ണൻ, നോക്കൂ, ഇപ്പോൾ ഈ വടകരയിലെ സംഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തെ ബാധിച്ചിരിക്കുന്ന വലിയൊരു രോഗമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് കേരളത്തിൽ വികസിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായൊരു പ്രവണതയുടെ സൂചനയായി കൂടി ഞാൻ മനസ്സിലാക്കുന്നു. വടകരയിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നമായി മാത്രം ഞാൻ ഇതിനെ കാണുന്നില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു കണ്ണി മാത്രമാണ് വടകരയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, കേരളത്തെക്കുറിച്ച് നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി പല കാര്യങ്ങളും പറയാറുണ്ട്, അല്ലേ? നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട്, നമ്മൾ സാംസ്കാരികമായിട്ട്, നമ്മൾ സാമൂഹികമായിട്ട്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ, ശുചിത്വ മേഖലയിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണെന്ന് പറയുമ്പോൾ പോലും കേരളം
സ്വയം വിമർശനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളോടുള്ള മലയാളിയുടെ സമീപനം എന്ന് പറയുന്നത് അങ്ങേയറ്റം പിന്തിരിപ്പനാണ്. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലിരുന്നുകൊണ്ട് നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്നത് മനോഹരമായ സിനിമയാണെന്ന് പറയും. എന്താണ് ഈ മനോഹരമായ സിനിമയായിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനെ നമ്മൾ പറയുന്നത്? സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനാവസ്ഥയെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് നമ്മളുടെ ഒരു ദൗർഭാഗ്യമാണ്. അത്തരത്തിലുള്ള സിനിമാ പ്രമേയങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഒരു സൊസൈറ്റിയിലെ പുഴുക്കുത്താണ്. അപ്പോൾ ആ സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് വേണ്ടത്. മറിച്ച് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള സിനിമകൾ ഇനിയും ഉണ്ടാവണമെന്ന് പറയേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് വളരെ പാട്രിയാർക്കിക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് കേരളം. അവിടെ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അധിക്ഷേപങ്ങൾക്ക് ഇരയാകുന്നത് പ്രധാനമായും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മാധ്യമ പ്രവർത്തകരാണ്. രാഷ്ട്രീയ രംഗത്ത് വനിതകൾ അഭിമുഖീകരിച്ചിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ എണ്ണി നമുക്ക് പറയാൻ കഴിയും. ഇപ്പം എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്മൃതിയാണെങ്കിലും സുജയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ചാനലുകളിൽ പ്രവർത്തിക്കുന്ന വനിതാ മാധ്യമ പ്രവർത്തകരൊക്കെ എത്രത്തോളം ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങിന് വിധേയരായിട്ടുള്ള ആളുകളാണ്. അപ്പം ഈ വനിതകൾ ഏതൊക്കെ മേഖലകളിലുണ്ടോ, അവർ എവിടെയൊക്കെ എക്സൽ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ കടന്നു കയറി അവരെയൊക്കെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരു മനോരോഗമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഈ ചർച്ചയുടെ തന്നെ യൂട്യൂബിൻ്റെ സ്ട്രീമിങ്ങിൽ താഴത്തേക്ക് പോയാൽ എന്തെല്ലാം കമൻറ്റുകൾ വായിക്കാം. ഒരു പക്ഷേ അത് എന്നെക്കുറിച്ചോ അരുണിനെക്കുറിച്ചോ ആയിരിക്കില്ല, കൂടുതലും സുജയെക്കുറിച്ചും സ്മൃതിയെക്കുറിച്ചും ആയിരിക്കും. എന്നാൽ നന്നായിട്ട് കാര്യങ്ങൾ പ്രതികരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ സൈബർ ഇടത്തിൽ ഉണ്ട് താനും. ഞാനത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതൊരു മലയാളി രീതിയായി മാറിയിട്ടുണ്ട്. ഇത് മലയാളികളുടെ മാത്രം പ്രശ്നമല്ല, ലോകത്തിൻ്റെ തന്നെ പ്രശ്നമാണ്. എങ്കിലും വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്വയം വിമർശനപരമായി കാണേണ്ടത് വനിതകളോടുള്ള സ്ത്രീകളോടുള്ള നമ്മുടെ സമീപനത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ അങ്ങേയറ്റം പിന്തിരിപ്പനായ ചില സമീപനങ്ങൾ പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. ഇനി നമ്മൾ വടകരയിലേക്ക് വന്നാൽ വടകരയിൽ 2 പ്രശ്നങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ആദ്യത്തെ ഈ വ്യാജ വീഡിയോ എന്ന് പറയുന്ന പ്രശ്നം. ആ വ്യാജ വീഡിയോയെ സംബന്ധിച്ച് ഇന്നിപ്പം കോൺഗ്രസും അതുപോലെ തന്നെ ലീഗിൻ്റെ വക്താക്കളും ഒക്കെ പറയുന്നുണ്ട് ആ വീഡിയോ എവിടെ എന്നൊരു ചോദ്യമുണ്ട്. അതാരും കണ്ടിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും അത്തരത്തിലൊരു ആക്ഷേപം ഒരു സ്ത്രീ തന്നെ, ഒരു വനിത തന്നെ നേരിട്ട് വന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അവിശ്വസിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് എനിക്കുള്ളത്. എന്ന് മാത്രമല്ല അത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിശ്ചയമായും ഒരു അന്വേഷണം വരികയാണെങ്കിൽ അവരത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളാണ് ശൈലജ ടീച്ചർ. കാരണം ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ തന്നെ പരാതിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ വ്യാജ വീഡിയോ എന്ന് പറയുന്നത് 2 വർഷം മുമ്പ് തൃക്കാക്കരയിൽ നമ്മൾ കണ്ടതാണല്ലോ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജോസഫിനെതിരായിട്ടൊരു വ്യാജ വീഡിയോ പ്രചരിക്കുകയും പിന്നീട് അത് പോലീസ് അന്വേഷണത്തിൽ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ കണ്ടെത്തിയ വീഡിയോ ഉൽപ്പാദിപ്പിച്ചതാരാണ്? പാലക്കാട് സ്വദേശികളായിട്ടുള്ള ശിവദാസൻ, ഷുക്കൂർ എന്നീ 2 പേരാണ്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ 2 പേരും ഒരാൾ കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹിയും ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹിയുമാണ്. കോൺഗ്രസ് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിഷേധം പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു പ്രശ്നം ആ പാർട്ടി അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വളരെ വളരെ കരുതൽ ആ പാർട്ടി സ്വീകരിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ വിഷയമാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത്. രണ്ടാമത്തെ ആരോപണമാണത് വ്യാജ വാർത്ത നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പം ഈ സൈബർ ഇടത്തിൽ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, ഈ സൈബർ അബ്യൂസ് എന്ന് പറയും. അതാണ് ഈ പറയുന്ന അശ്ലീല പരാമർശങ്ങളൊക്കെ എഴുതി വയ്ക്കുക, ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക, മോശപ്പെട്ട കമൻറ്റുകൾ എഴുതുക. ഇത്തരത്തിൽ സൈബർ അബ്യൂസ് നടക്കുന്ന ഒരു മേഖലയുണ്ട്. എന്നാൽ രണ്ടാമത്തെ മേഖല വളരെ പ്രധാനമാണ്. അതാണ് മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഫേക്ക് ന്യൂസ്. ആ ഫേക്ക് ന്യൂസ് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ ഈ സൈബർ ഇടത്തിലൂടെ കഴിയും. അത് എത്ര അപകടകരമാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മനസ്സിലാക്കാൻ 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അത് 2ഉം ലോകം ചർച്ച ചെയ്തിട്ടുള്ള 2 ഉദാഹരണങ്ങളാണ്. ഒന്ന്, 2008 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബറാക് ഒബാമ മത്സരിക്കുമ്പോൾ ബറാക് ഒബാമയുടെ ജന്മസ്ഥലത്തെ സംബന്ധിച്ച് ഒരു വലിയ ഫേക്ക് ന്യൂസ്, ഒരു ഫേക്ക് ക്യാമ്പയിൻ തന്നെ അമേരിക്കയിൽ നടന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒബാമ കെനിയൻ പൗരനാണ്, കെനിയയിലാണ് ജനിച്ചത് എന്നൊരു പ്രചാരണം നടന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം? ഒബാമ ഒരു ബ്ലാക്കാണ്, ഒരു കറുത്ത വംശജനാണ്. അപ്പോൾ ആ കറുത്ത വംശജൻ ജനിച്ചിരിക്കുന്നത് കെനിയയിലാണെന്ന് പറയുമ്പോൾ കറുത്ത വംശജനെതിരായിട്ടൊരു വികാരം രൂപപ്പെടുമെന്നും അത് ഒബാമയെ തോൽപ്പിക്കുന്നതിന് ഗുണകരമാകുമെന്നും ഒബാമയുടെ എതിർപക്ഷം കണ്ടെത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ന്യൂസ് പ്രചരിപ്പിച്ചത്. അത് ഒരു പഠനം കണ്ടുപിടിച്ചിരിക്കുന്നത് 35% വോട്ടർമാരെ ആ വാർത്ത സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഒബാമ വിജയിച്ചു എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ ഇത്തരം വാർത്തകൾ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. 2016 ഹിലരി ക്ലിൻ്റനെതിരായിട്ട് അവരൊരു ചൈൽഡ് സെക്സ് റാക്കറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു വലിയ പ്രചാരണമുണ്ടായി. പിസാഗേറ്റ് വിവാദം എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പിസാഗേറ്റ് വിവാദത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ വന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുമ്പിൽ വന്നിട്ട് ഹിലരി ക്ലിൻ്റൻ്റെ തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുമ്പിൽ വന്നിട്ട് വലിയ രീതിയിൽ ഫയർ ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ ഫേക്ക് ന്യൂസ് വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇടമായിട്ട് സൈബർ സ്പേസ് മാറിയിട്ടുണ്ട്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയ
പ്രക്രിയയിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യമാണത്. അതാണ് നേരത്തെ ഈ അരുൺ ചൂണ്ടിക്കാണിച്ച രണ്ട് സംഭവങ്ങൾ. ഒന്ന്, റിപ്പോർട്ടറിൻ്റെ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ഈ ശൈലജ ടീച്ചർ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നൊരു വീഡിയോ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നു. ആ ഒരു അത് മാത്രമല്ല കേട്ടോ, വേറൊരു വീഡിയോ കൂടി വേറൊരു പോസ്റ്റർ കൂടി പ്രചരിച്ചിട്ടുണ്ട്. ലവ് ജിഹാദ് കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥത്തിൽ. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് CPM നേരിടുന്ന ഒരു പ്രശ്നമാണോ, കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രശ്നമാണോ, BJP നേരിടുന്ന ഒരു പ്രശ്നമാണോ എന്നുള്ള നിലയ്ക്കല്ല ഞാൻ കാണുന്നത്. മറിച്ച് നമ്മളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ പോകുമ്പോൾ നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ വ്യാജ പ്രചാരണങ്ങൾ നമ്മളിലേക്ക് എത്തുന്ന അപകടകരമായ ഒരവസ്ഥയുണ്ട്. അത് മൊത്തം ജനാധിപത്യത്തിന് അപകടകരമാണ്. ഇപ്പം ഞാൻ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഒരു സെക്സ് റാക്കറ്റിൻ്റെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കുറേ വാർത്തകൾ എന്നിലേക്ക് എത്തിക്കൊണ്ടിരുന്നാൽ നിശ്ചയമായും അതിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കുകയും ഞാൻ മറിച്ചൊരു തീരുമാനം എടുക്കുകയും ചെയ്യും. ഈ രീതിയിൽ വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഏറ്റവും അപകടകരമായ കാര്യം. അതിവിടെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കോൺഗ്രസിനാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരുമിച്ചിരുന്ന് ഒരു മുറിയിലിരുന്ന് ആലോചിച്ച് കുറേ ഫേക്ക് ന്യൂസും കുറേ ഫേക്ക് വീഡിയോസും ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഫ്രിഞ്ച് എലമെൻറ്റ്സ് എല്ലായിടത്തുമുണ്ട്. അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ പറയുന്ന മോർഫ് ചെയ്ത വീഡിയോകൾ ഇറക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ യഥാർത്ഥത്തിൽ അത് KK ശൈലജയ്ക്കെതിരെ ഷാഫി പറമ്പിലിന് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ വിപരീത ഫലമാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. യഥാർത്ഥത്തിൽ അത് ഈ പറയുന്ന ഷാഫിയെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഒരു പ്രവൃത്തി ഷാഫിക്ക് എതിരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേരളം അംഗീകരിക്കണം. കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ പൊതുവെ ഒരു ബോധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന വ്യാജ പ്രചാരണങ്ങൾ, പക്ഷേ നമുക്ക് അപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിൽ വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വ്യാജ പ്രചാരണങ്ങളിൽ വീണു പോകാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ. കാരണം കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഫേക്ക് ന്യൂസ് വന്നുകൊണ്ടിരിക്കുക. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സമയം പോലും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന ഏത് വാർത്തയും, പ്രത്യേകിച്ച് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നമ്മളിപ്പോൾ കളിയാക്കി പറയുന്ന ആ ഗ്രൂപ്പുകളിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതൊരു വ്യക്തിപരമായ ഉത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഏതായാലും വടകരയിൽ സംഭവിച്ച കാര്യം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അത് ആർക്ക് അനുകൂലമാകും ആർക്കെതിരാകും അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നതിനൊക്കെ അപ്പുറം അതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ്. ആ സാമൂഹിക പ്രശ്നത്തെ വളരാൻ അനുവദിച്ചുകൂടാ. നമ്മൾ പ്രബുദ്ധരാണ് എങ്കിൽ സ്വാഭാവികമായും നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഷീൽഡ് ചെയ്യേണ്ടതുണ്ട്, എതിർക്കേണ്ടതുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ പറയുന്ന ഇപ്പം നിങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിന്ധു ജോയിയുടെ വിഷയമാണെങ്കിലും KK രമയുടെ വിഷയമാണെങ്കിലും ഉമാ തോമസിൻ്റെ വിഷയമാണെങ്കിലും രമ്യ ഹരിദാസിൻ്റെ വിഷയമാണെങ്കിലും ഷാനിമോൾ ഉസ്മാൻ്റെ വിഷയമാണെങ്കിലും ഒക്കെ രാഷ്ട്രീയക്കാർ പൊതുസമൂഹത്തിൽ നിന്ന് പൊതുവേദികളിൽ നിന്ന് പറയുന്ന വാക്കുകളിൽ അവരും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അവരുടെ അനുയായികൾക്കും അവരുടെ പിന്തുണയ്ക്കുന്നവർക്കും ഒക്കെ എന്തുമാകാമെന്നൊരു സ്ഥിതി വരും. ഇപ്പോൾ പെമ്പിളയൊരുമയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മുണ്ടക്കയത്തെ ഇടുക്കിയിലെ കോളേജ് പ്രിൻസിപ്പലിനെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ഒരു നാട്ടുഭാഷയല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു കളയുമ്പോഴും ഈ പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾ ഇവിടെ ഒരു പണ്ടാറ ബോക്സ് തുറന്നു വെക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് എന്തും പുറത്തേക്ക് വരാവുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളും ഇക്കാര്യത്തിൽ വളരെ 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 പ്രാധാന്യത്തോടെ ഈ വിഷയത്തെ കാണുകയും ഈ സമൂഹത്തിന് അപകടകരമാകുന്ന തങ്ങൾക്ക് തന്നെ അപകടകരമാകുന്ന കുഴിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. വടകരയിലെ ഈ പ്രശ്നം കഴിഞ്ഞ 2 ദിവസമായി കേരളം വളരെ സജീവമായി ചർച്ച ചെയ്യുന്നു എന്നുള്ളതും മാധ്യമങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യുന്നു എന്നുള്ളതും വളരെ പുരോഗമനപരമായ കാര്യമായി കൂടി ഞാൻ കാണുന്നു. ഇത് കേരളീയരെക്കുറിച്ച് ഇതൊരു നല്ല ഒരു സംഭവമാണ്. ഇതേക്കുറിച്ച് നമുക്ക് ഒരു സ്വയം വിമർശനം നടത്താനും നമ്മൾ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും കൂടുതൽ ജാഗരൂകരാകാനും ഒക്കെ ഈ വിഷയം സഹായിക്കുമെങ്കിൽ നല്ലതാണ്. അതിൻ്റെ രാഷ്ട്രീയ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നതേയില്ല. മറിച്ച് ഈ പ്രശ്നം ഒരു ഗുരുതരമായ പ്രശ്നമാണ്. ഇനിയും നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലേക്കും പോകും. അപ്പോഴൊക്കെ ഈ മിസ്ഇൻഫർമേഷൻ ഉണ്ടാകും, ഈ ഫേക്ക് ക്യാമ്പയിൻസ് ഉണ്ടാകും. അതൊന്നും തന്നെ നമ്മളെ സ്വാധീനിക്കാതിരിക്കുക എന്നുള്ളത് ജനാധിപത്യ പ്രക്രിയയിൽ വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിൽ ഈ വടകര സംഭവത്തെ എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി ജാഗ്രതയോടുകൂടി സമീപിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അല്ല, ഇക്കാര്യത്തിൽ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ തള്ളി പറയാത്തത് അതുകൂടി നമ്മൾ പറഞ്ഞു പോകണം. ഉണ്ണിസാർ പറഞ്ഞു അതിനോട് വാർത്താ സമ്മേളനത്തിൽ തള്ളി പറഞ്ഞിട്ടാണ് VD സതീശൻ പറയുന്നത് പോലെ ഒരു നുണപ്രചാരണം നടത്തുന്ന ആളാണോ KK ശൈലജ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം തന്നെയാണ്. അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയാണ്, തള്ളി പറയുകയല്ല. ശരി, ഡോക്ടർ അരുൺ, ഇടവേളയിൽ പോയിട്ട് ഒരു കാര്യം കൂടി. അതായത് ഇത് ലോകമെമ്പാടുമുള്ളൊരു പ്രക്രിയയാണ്. ഇപ്പൊ ഡീപ്പ് ഫേക്ക് വീഡിയോ വഴി നമുക്ക് കൂടുതലായി പറയാനുണ്ടെങ്കിൽ ഒന്ന് ഇടവേള കഴിഞ്ഞ് വന്നാലോ? ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും അതുവഴി
വിശദമായി ഇല്ല, ഞാൻ 2 വാചകത്തിൽ അവസാനിപ്പിക്കാം. അപ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു കൊമേഴ്സ്യലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു എക്കോ ചേംബറാണ്. ഇപ്പോൾ ഹരീഷ് നന്ദനം എന്ന് പറയുന്ന ഒരാളുടെ ഒരു പോസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇപ്രകാരം പ്രചരിപ്പിക്കപ്പെട്ട ഒന്നാണ്. അയാൾ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 7ാമത്തെ വാർഡിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചയാളാണ്. അയാൾ ഇത്തരത്തിൽ അശ്ലീലം ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മെസ്സേജ് അവിടെ ഇട്ടിട്ടുണ്ട്. ആ മെസ്സേജ് നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ പറഞ്ഞ ഈ ജില്ലാ കോർഡിനേറ്റർ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ നിയന്ത്രിക്കും, ഇവർക്കെതിരെ വളരെ പെട്ടെന്നൊരു നടപടിയെടുത്ത് ഇതിൽ തനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി UDF സ്ഥാനാർത്ഥിക്കുണ്ട് എന്നതാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇല്ലെങ്കിൽ ഈ എക്കോ ചേംബറുകളിൽ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ ആശയം, നമ്മൾ പറയുന്ന ആശയത്തിന് ഘടകവിരുദ്ധമാകും. നമ്മുടെ രാജ്യം ചർച്ച ചെയ്യേണ്ടതും വടകര ചർച്ച ചെയ്യേണ്ട വിഷയവും ഇതല്ല എന്നുള്ളത് ബോധിപ്പിക്കാനായിട്ടാണെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥി ഇത് ചെയ്തേ മതിയാവൂ. ഇനിയും സമയം വൈകിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ പാർട്ടി തള്ളി പറയുകയും ആ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുകയാണ് ആവശ്യം. തീർച്ചയായും സൈബർ ആക്രമണത്തെ അപലപിക്കണ്ടേ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടത്. Meet the editors.